രണ്ടാമത്തെ ഏറ്റവും വലിയ പരിപാടിയാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി. ആ പദ്ധതി ഈ വർഷം തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പാർലമെൻറ്റ് ആ നിയമം പാസ്സാക്കിയതിന് മുമ്പായി തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ആ പദ്ധതി, ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമെടുക്കുകയും തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചതിന് 100 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തതിൽ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 100 ദിവസം കൊണ്ട് ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കി. ഗവൺമെൻറ് പ്രഖ്യാപനങ്ങളോട് ജനങ്ങൾക്ക് പഴയ പോലെ പൂർണ്ണ വിശ്വാസമില്ല. പ്രഖ്യാപനങ്ങൾ സർക്കാർ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ആ പ്രഖ്യാപനങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തണം, ഓരോരുത്തർക്കും എത്തണം. ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായ പരിപാടികൾ, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്ന പരിപാടികൾ ഗവൺമെൻറ് തീരുമാനത്തിന് ശേഷം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എത്തുന്നതിനിടയിൽ സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽപ്പെട്ട് കുരുങ്ങിക്കെടുക്കാതെ എത്തണമെങ്കിൽ പലയിടത്തും എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കൊടുക്കേണ്ടി വരുന്നു. അതാണ് ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ജനരോക്ഷത്തിന് കാരണം. ഗവൺമെൻറ്റിൽ നിന്നും അർഹമായ നീതി, ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ സ്വന്തം കൈ എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തേ പറ്റൂ എന്ന സ്ഥിതി ഇന്ത്യയിലും കേരളത്തിലും രാജ്യത്തൊട്ടാകെ ഇന്ന് വളർന്നു വരികയാണ്. അതിനോട് ജനങ്ങൾക്കിടയിൽ ശക്തിയായ അമർഷമുണ്ട്. അതാണ് പലപ്പോഴും പല രൂപത്തിൽ പൊട്ടി പുറപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുന്നതിനിടയിൽ അഴിമതിയുടെ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഇന്നൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. ഇന്ന് ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ ഇതുപോലെ ലളിത മാർഗത്തിലാക്കി സമയബന്ധിതമായിട്ട് കൊടുക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടു സർവീസസ് ഇന്ന് ഈ ഗവൺമെന്റ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ്. ജനങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ അത് സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള ശ്രമം. ഞാനൊരു കാര്യം ഇവിടെ തുറന്നു പറയാം. അങ്ങനൊരു നിയമ നിർമ്മാണത്തെക്കുറിച്ച്, അങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പ്രചോദനം ലഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് കൊടുക്കുന്ന കാലത്ത് കാണിച്ച ശുഷ്കാന്തിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്സവ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, 365 ദിവസങ്ങളിലും ഒരു സ്ഥിരമായ മോണിറ്ററിംഗ്, വില നിയന്ത്രിക്കുന്നതിൽ, നിത്യോപസാധനങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും സ്വീകരിക്കുക.